സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതസഹസ്രേണ നിർഭാഷ്യമാനം മത്പട്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത്പാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി. ശ്രീമദ് നാരായണീയത്തിൽ 54-ാമത്തെ ശ്ലോകം 55, 56, 3 കാളിയമർദ്ദനം കഥ പ്രതിപാദിക്കുന്നത്. ശൗഭരി മഹർഷിക്ക് തപസ് ചെയ്യുന്നതിനിടയ്ക്ക് മത്സ്യങ്ങളോടുമായിട്ടുള്ള ഒരു സ്നേഹം വന്നു. അവയെ എന്നും കാണുന്നുണ്ട്. അങ്ങനെ ആ മത്സ്യത്തിനെ കൊത്തി തിന്നാൻ ഗരുഡൻ വരുന്നപ്പോൾ ഗരുഡനെ ശപിച്ചു. അവിടേക്ക് വന്നാൽ നീ ഇനി മരിക്കും എന്നും പറഞ്ഞിട്ട്. ഇത് കണ്ട് ഗരുഡൻ്റെ ശത്രുവായ കാളിയൻ വേറെ എവിടെയും രക്ഷയില്ല. കാരണം പാമ്പും ഗരുഡനുമായ ഗരുഡനെ ജയിക്കുള്ളൂ, പാമ്പ് തോൽക്കും. ഒടുവിൽ ഗരുഡന് വരാൻ പറ്റാത്ത ഈ വൃത്താന്തം അറിഞ്ഞ് കാളിന്തി നദിയിൽ അഭയം പ്രാപിച്ചു കാളിയൻ. ഗരുഡന് കൊടുക്കാം എന്ന് പറഞ്ഞതായിട്ടുള്ള പാമ്പിനെ ബലിയെ പോയി ഭക്ഷിച്ചു. അങ്ങനെയാണ് ശത്രുത തുടങ്ങിയത്. കാലേ തസ്മിന്നേകഥാ ക്ഷീരപാണിം മുക്ത്വാ യാദേ യാമുനങ്കാനനാന്തം ത്വയ്യുദ്ധാമഗ്രീഷ്മ ഭീഷ്മോഷ്മതപദ ഗോഗോപാല വ്യാപിപൻ ക്ഷേളതോയം. കാലേ തസ്മിൻ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഓമനക്കുട്ടൻ ബലരാമൻ അല്ലേ, കൂടെ കൂടാതെ എന്ന് പറഞ്ഞിട്ട് ബലരാമനെ കൂടെ കൂടാതെ, ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. അതിന് ചെല്ല് മാത്രമേ ഉള്ളൂ, അതിന് അർത്ഥം ആലോചിക്കലൊന്നുമില്ല. എന്തിനുകൊണ്ടാണ് ഈ ബലരാമനെ കൂടാതെ പോയത്? എപ്പോഴും ഏട്ടനും അതിനൊപ്പല്ലേ പോവുക? അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇവിടെ ക്ഷീരപാണി എന്ന് പറഞ്ഞാൽ ബലരാമനാ. ക്ഷീരം കലപ്പ, കലപ്പ കയ്യിൽ പിടിച്ചുള്ളവൻ ഹലായുധൻ. കഥകളിയിലൊക്കെ ഈ കലപ്പയെ കാണിക്കും, ബലരാമനെ കാണിക്കാം. ക്ഷീരപാണി മുക്തുവ കൂടാതെ, ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. അങ്ങനെ പതിവില്ല. അവിടെയാണ് അവിടെ പ്രത്യേകം പറയാൻ കാരണം. ഇവിടെ എന്താ അങ്ങനെ ആവാൻ കാരണം? ഈ ദിവസം കാളിയനെ കൃഷ്ണൻ മർദ്ദിക്കും, കൊല്ലില്ല കേട്ടോ. കാളിയനെ കൊന്നതിനാലോ എന്തേ കണ്ണന് കറുപ്പ് നിറം എന്നൊക്കെ നമ്മൾ പാട്ടാക്കിയിരിക്കണം. പാട്ടൊക്കെ നോക്കിയിട്ട് കഥ നിശ്ചയിക്കാൻ നിന്നാലേ കൊന്നിട്ടില്ല, അവിടെ അഹങ്കാരം തീർക്ക്, അത്രയേ ഉള്ളൂ. മർദ്ദിച്ചു. കാളിയ മർദ്ദനാണ്, കാളിയ വധമല്ല. അത് ഉണ്ടാവും എന്ന് ബലരാമന് അറിയാം. അപ്പോൾ ബലരാമൻ ആരുടെ അവതാര? അനന്തൻ്റെ അവതാരമാണ്. പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു വർഗ്ഗമാണ്. വർഗ്ഗസ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. പൊതുവേ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലും ധാരാളമുള്ളൊരു സംഭവം തന്നെയാണ്. അത് എത്ര ജാതിമത, അത് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഈ തമിഴ് ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മലയാളവും പറയും, ഒരു തരം തമിഴും പറയും. ശരിക്ക് തഞ്ചാവൂർ തമിഴൊന്നും അല്ല അത്, എന്നാലും തമിഴ് തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടെ പറഞ്ഞ മലയാളത്തിലിങ്ങനെ വർത്തമാനം പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരാളെ കണ്ടാൽ അപ്പം തമിഴാണ് പറയുക. ഇതേ കേരളത്തിലിരുന്നിട്ട് നമ്മളോട് മലയാളത്തിലിങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കും. വാങ്ങോ വാങ്ങോ വാങ്ങോ, എന്നെ വിശേഷം. അപ്പം അവരുടെ ആ വിശേഷമാണ് മാറ്റുക. എന്താ അർത്ഥം? സ്വന്തക്കാരെ കണ്ടു. എളുപ്പത്തിൽ മനസ്സിലാകാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്ത്, ഈ സ്വജനങ്ങളെ കണ്ടാലൊരു സ്നേഹം. വാങ്ങോ മാങ്ങോ മാമ വാങ്ങോ, അപ്പം ഒരു ഭാഷ മാറ്റും. എന്തിനാ മാറ്റണം? ഈ മലയാളക്കരയിൽ മലയാളം തന്നെ ഉണ്ടേ. അമ്മാമ്മ വരൂട്ടോ ഇരിക്കുമെന്ന് പറയേലേ, അത് നോക്കിക്കോളും. തമിഴ് ബ്രാഹ്മണരുമായിട്ട് ഇടപഴകിയവർക്ക് അറിയാതെ. അവരുടെ ആളെ ഇങ്ങോട്ട് കണ്ടാൽ അപ്പം പറയും തമിഴ്. നമ്മ ആളാക്കുമാ, അമ്മ ആളല്ലുവാ. ഇതേപോലെ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ബലരാമന് തൻ്റെ ആളായ പാമ്പിനോട് ഒരു കൗതുകമോ കാരുണ്യമോ അനുഭാവമോ തോന്നി. അപ്പം ആ പാമ്പിനെ അന്ന് കൃഷ്ണൻ മർദ്ദിക്കും.
അവർക്കൊക്കെ വരാൻ പോണ കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അറിയുള്ളൂ. ഇപ്പം നടക്കണത് പറയാം, വരാൻ പോണത് നമുക്കറിയില്ലല്ലോ അടുത്ത നിമിഷം. പക്ഷേ അവർക്കതറിയാലോ, ബലരാമൻ അവതാര പുരുഷനാണ്. അപ്പോൾ എങ്ങനെ ഇപ്പം കൃഷ്ണനോട് വേണ്ട എന്ന് പറയുക? തൻ്റെ വംശത്തിൽപ്പെട്ട പാമ്പിനെ കൃഷ്ണൻ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കെങ്കിലും സുഖം ഉണ്ടാവുമോ? വേണ്ട കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണന് ഇഷ്ടാവില്ല. കണ്ടു നിൽക്കാനോ തനിക്കിഷ്ടമില്ല. പൂവാട് കഴിഞ്ഞാലോ ഇത് രണ്ടും ഒഴിവാക്കാമല്ലോ. മീറ്റിങ്ങിലൊക്കെ അങ്ങനെ തീരുമാനം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ നമ്മൾ നിന്ന് പോകണില്ല. അവിടെ രണ്ടഭിപ്രായമാണ്. ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് നിശ്ചയില്ല. ഞാൻ പോയില്ല, ഒഴിവായി കഴിച്ചിലാവുക എന്ന് പറയുമല്ലോ. എന്ന പോലെ ബലരാമൻ പോയില്ല. അതിന് കാരണമുണ്ട്. അതാണ് സീരപാണിങ് മുക്ത. ബലരാമനെ കൂടാതെ കാട്ടിലേക്ക് ഓമനക്കുട്ടൻ ഗോവിന്ദൻ പോയി എന്ന പാട്ട് പാടുമ്പോൾ നമ്മളിങ്ങനെ അർത്ഥം അതിന് ചിന്തിക്കൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ അർത്ഥമുണ്ട്. ക്ഷീരപാണിങ് മുക്ത, ബലരാമനെ കൂടാതെ, യാതെ പോയി. യാമുനം കാനനാന്തം, യമുനാ തീരത്തെ കാട്ടിലേക്കാണ് പോയത്. ഇപ്പം എന്തുണ്ടായി? ത്വയുദ്ധാമഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്ത. ഭീഷ്മോഷ്മ തപ്ത 3 ഷ്മ ഉണ്ട്. ഗ്രീഷ്മ ഭീഷ്മ ഉഷ്മ തപ്ത. കുറച്ചൊരു വിഷമുള്ള പദങ്ങളാണ്. പട്ടേരിപ്പാടിന് അങ്ങനെയൊക്കെ ഉണ്ട്. ശക്തിയേറിയ വേനലിൻ്റെ ഗ്രീഷ്മം നമുക്കറിയാം. പേരുട്ടളയും നമ്മൾ ഗ്രീഷ്മ അല്ലേ? സുഖമുള്ള പേരാണോ ഗ്രീഷ്മ എന്ന്? വേനൽക്കാലം ആർക്കും ഇഷ്ടമല്ലേ? സമാധാനമായുള്ളൂ ഒന്ന് കഴിഞ്ഞിട്ട്. ഗ്രീഷ്മ എന്ന് പെൺകുട്ടികൾക്ക് പേരിടരുത് കേട്ടോ. വർഷം വസന്തം എന്നൊക്കെ പേരിട്ടാലും കുഴപ്പമില്ല. ഗ്രീഷ്മ ഇടണ്ടാക്കിയ നല്ലത്. ഉദ്ദാമ ഗ്രീഷ്മ ഭീഷ്മോപത തപ്പത. ശക്തിയേറിയ വേനലിൻ്റെ ഭയങ്കരമായ ചൂടുകൊണ്ട്, ഭീഷ്മ ഭയങ്കരമായ, വലുതിന് ആ പേര് പറയും. ഉഷ്മതപ്ത ഉഷ്ണം കൊണ്ട്, വളരെയേറെ ഉഷ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉഷ്ണം എന്ന് എടുക്കാം. ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത, ചൂട് സഹിക്കവയ്യാതെ. ഗോപാലാഹ, പശുക്കളും ഗോപന്മാരും. ഗോക്കളെ പാലിക്കണവരാരാ? ഗോപന്മാർ. ഗോപാല, 2 ഗോ ഉണ്ട് അവിടെ. ഗോപാല, ഗോക്കളും ഗോപാലന്മാരും. പ്രയോഗമൊക്കെ സംസ്കൃത രസമാണ്. ഗോപാല. ഇംഗ്ലീഷ് ആകുമ്പോഴേക്കും ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നായി അല്ലേ? അതല്ല കേട്ടോ. ഗോപാല വ്യാപിപൻ ക്ഷേളതോയം, വെള്ളം കുടിച്ചു. എന്ത് വെള്ളം? വിഷം കലക്കിയ വെള്ളേ. കാളിയൻ്റെ അത്യുഗ്രമായിട്ടുള്ള വിഷം കലക്കിയ വെള്ളം അവരെല്ലാം കുടിച്ചു. കാലേ തസ്മിന്നേകദ ക്ഷീരപാണിങ് മുക്കുത യാതേ യാമുനങ്കാനനാന്തം. യമുന ഉള്ള ഒഴുകുന്ന കാട്ടിലേക്ക് പോയി. കാനനാന്തം, വേനൽക്കാലത്തിൻ്റെ ചൂടുകൊണ്ട്. ത്വയുദ്രാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്ത, വലിയ ചൂടുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട്. ഗോപാല, ഗോപന്മാരും ഗോപാലന്മാരും. പശുക്കളെ നോക്കണവരും ആ വിഷവെള്ളം കുടിച്ചു. വിഷവെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക? അടുത്ത ശ്ലോകത്തിൽ നശ്യ ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യൻ അച്യുതത്വം ദയാർദ്ര പ്രാപ്യോ ബാന്ധം ജീവയാമാസിദ്ര പീയൂഷംഭോ വർഷിഭിഷീകടാക്ഷൈ. ഹേ അച്യുത, ത്വം അങ്ങെന്താ കണ്ടത്? ഇവരെല്ലാം മരിച്ചു വീഴുന്ന ദയനീയമായ കാഴ്ച കണ്ടു. നശ്യൻ ജീവാൻ, ജീവിതം നശിച്ചു, ജീവൻ പോയി, മൃതം അവരൊക്കെ മരിച്ചുപോയി. അത്ര ഉഗ്രവിഷമാണോ? വിഷം കലക്കിയ വെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക? കണ്ടു, മരിച്ചതായിട്ട് ഭഗവാൻ കണ്ടപ്പോഴോ താൻ വിശ്വാക്ഷ്മാതലേ വിച്യുതാൻ പശ്യൻ, ഭൂമിഷ്മാതലേ ഭൂമിതലത്തിൽ വീണു, ജീവൻ പോയിട്ട് മരിച്ചു വീണു എന്നർത്ഥം. അങ്ങനെ വീണതായിട്ട് കണ്ടിട്ട്, പശ്യൻ പാർട്ടിസിപ്പിളാണ്, കണ്ടിട്ട് വല്ലാതെ ഭഗവാൻ അവരോട് ദയ തോന്നി. കൂടെ നടക്കണവരാണ് മരിച്ചു കിടക്കണത്, ആർക്കാ സഹിക്കുക? ദയാർദ്ര ഉപാന്തം പ്രാപ്യ, ദയോട് കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നമുക്കല്ലേ മരിച്ചു പോയാൽ വേറൊരു വഴിയില്ല എന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലേ?
മരിച്ചവരെ ജീവിപ്പിക്കാനൊരു വിദ്യ, ഒരു മരുന്നോ ഒന്ന് വരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഭഗവാൻ അതും അറിയാം, ഒരു പ്രയാസമില്ല. എന്ത് ചെയ്തു? പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ, മഹാലക്ഷ്മിയുടെ ആ ഒരു ഐശ്വര്യം ചൊരിയുന്ന നോട്ടം കൊണ്ട്, ശ്രീയുള്ള നോട്ടം കൊണ്ട്. നോട്ടം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് തരത്തിൽ. ചിലരുടെ കണ്ണ് ദൃഷ്ടിപ്പെട്ട കഴിഞ്ഞു അത്രേ, ആ നോക്കിയ ആൾ അതോടെ അസ്തുവാവും. ചിലരുടെ സ്ഥിതി അങ്ങനെ നിറച്ച് ചക്കയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി, ചക്ക പിടിപിടുന്നനെ കീഴ്പ്പെട്ടുണ്ട് ചേട്ടൻ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അയാൾ കാണണ്ടാട്ടോ എന്നും കൂടിയും പറയും നമ്മളല്ലേ. കാരണം ചിലരുടെ ദൃഷ്ടിയാണത്, ചിലരുടെ ദൃഷ്ടി, ചിലരുടെ വാക്ക്, ചിലരുടെ നാക്ക്. എന്നാലോ നേരെ തിരിച്ചുണ്ട്. അയാളുടെ നാവ് പൊന്നാണ് കേട്ടോ, പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ അപ്പം സംഭവിക്കും. അങ്ങനെയും നമ്മൾ കാണാം. ഇവിടെ ഭഗവാന്റെ നോട്ടം മഹാലക്ഷ്മിയുടെ നോട്ടം പോലെയുള്ളതാണ്. ശ്രീ കടാക്ഷൈ, ശ്രീമത്തായ, ശ്രീ നിറഞ്ഞ ഐശ്വര്യമുള്ള കടാക്ഷങ്ങൾ. വെറുതെ 2-3 നോട്ടം വെച്ച് കൊടുത്തപ്പോഴേക്കും അവരതാ എഴുന്നേൽക്കണു. ജീവയാമാസിദ്രാക്ക്, ദ്രാക്ക് എന്ന് പറഞ്ഞാൽ അമൃതജലം ഒഴുകുന്ന തിരുമനസ്സിലെ നോട്ടം കൊണ്ട്, അമൃതതുല്യമായ, അമൃതം എന്ന് പറഞ്ഞാൽ തന്നെ മരണമില്ലാത്തത്, അമൃതതുല്യമായ നോട്ടം കൊണ്ട് അവരെയെല്ലാം ജീവിപ്പിച്ചു. ആദ്യം വേണ്ടത് അതാണല്ലോ. എന്നിട്ട് വേണ്ടേ കാളിയൻ്റെ കഥ കഴിക്കാൻ? ആ മരിച്ചവരെ അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് ജീവിപ്പിച്ചില്ലേ എന്ന് ചോദിക്കണം. കാലേ തസ്മിന്നേകദാ ശ്രീരവാണി മുക്വായാതേ യാമുനങ്കാനനന്ദം തൊയ്യുദ്രാമഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത. ഗ്രീഷ്മം ഭീഷ്മ വലിയ, ഗ്രീഷ്മം വേനൽക്കാലം, തപ്ത ഉഷ്മതപ്ത, ഉഷ്ണം കൊണ്ട് വിഷമിപ്പിച്ചിട്ട്. ഗോ ബാല, 2 ഗോണ്ട്, ഗോ ബാല വ്യാപിപൻ ക്ഷേളതോയം നശ്യ ജീവാൻ വിച്യുതാത്മാതലേതാൻ വിശ്വാൻ പശ്യൻ അച്യുതത്വന്തയാർദ്ര. അവർ ഭൂമിയിൽ മരിച്ചു വീണത് കണ്ടിട്ട് പ്രാപ്യ ഉപാന്തം ജീവയാമാസിത, ഉപാന്തം അടുത്ത് ചെന്ന് അവരെ ജീവിപ്പിച്ചു. നോട്ടം കൊണ്ട്, ഒറ്റ നോട്ടം മതി ഭഗവാനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ. പറ്റുമോ ആർക്കെങ്കിലും? പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ, ശ്രീമത്തായിരിക്കുന്ന നല്ല കടാക്ഷവിലാസങ്ങളെ കൊണ്ട് അവരെ, അല്ലയോ ഗുരുവായൂരപ്പ മരിച്ചവരെ ജീവിപ്പിക്കാൻ പോലും അങ്ങേക്ക് ശക്തിയുണ്ട് എന്നർത്ഥം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.